مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وأبي سعد سعيد زبيد طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واغفر إلهي لكل المسلمين بما يصلون في المسجد الأقصى وفي الحرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وهذه بردة المختار قد ختمت والحمد لله في بدء وفي ختم أبياتها قد أتت سرسينا مع أبياتها قد أتت ستين مئة فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم القطب رباني والغوث الصمداني نجينا من كل آفات يا الله الله تيرو تيرو قديم صلواتم അതിനായി തുടങ്ങുക അരുൾ ചെയ്ത വേദാവർ അലം ഉടയവർ ഈഗൽ അരുളാലേ ആയേ മുഹമ്മദ കീഴ ആയോ എല്ലാ കിളയിലും ഭംഗിള ആയോ എല്ലാ ദിശയിലും കേളി മികച്ചോ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ ചെയ്തവർ തായോ പാവയോ ആണോ സമദാനി നജീന മിൻ കുല്ലി ആഫാതിയ അല്ലാഹ് മുതബായി വന്നവർ അതേ കേളി നിറച്ചവർ
ഹഖീഖത്തും കാണലുള്ളവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം ആ തീരെയുള്ളവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നവർ അല്ലാഹു സ്നേഹിച്ചേ മോഹിയത്തിനെന്നോവർ ഇല്ലാതോളം മേൽമ ഉടയവർ റബ്ബാനി വൽഗൗതി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ അസത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമദാനിലെ 22ാമത്തെ നോമ്പിൻ്റെ തുറയോടടുത്ത സമയം ബായാർ മുജമ്മ ഒരുക്കിയിട്ടുള്ള റമദാൻ 23ാം രാത്രിയിലെ പ്രാർത്ഥന സമ്മേളനത്തിൻ്റെ തുടക്കം ഇൻഷാ അല്ലാഹ് നോമ്പ് തുറയോടുകൂടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നാം ഇവിടെ വന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി എന്നേ ഉള്ളൂ. നമ്മുടെ പരിപാടിയുടെ തുടക്കം തറാവീഹ് നിസ്കാരത്തിൻ്റെ ശേഷമാണ്. അതുകൊണ്ട് നോമ്പ് തുറന്ന് ഇപ്പോൾ പരിപാടിയിൽ ഏതായാലും ഒന്ന് കൂടിയല്ലോ എന്ന് ചിന്തിച്ച് ആരും പിരിഞ്ഞു പോകരുത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും എത്തുമ്പോൾ ദൂര ദിക്കുകളിൽ നിന്നുള്ള ആളുകളൊക്കെ രാവിലെ പുറപ്പെട്ട് അവർ വഴിയിലൊക്കെ നിസ്കാരത്തിന് കൂടിയിട്ട് തറാവീഹ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ എത്തും എന്നറിയിച്ചിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നും വാഹനങ്ങളിലും മറ്റുമായി യാത്ര പുറപ്പെട്ട സ്ഥിരമായിട്ട് സ്വലാത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വ്യക്തമായ തുടക്കം തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും സ്വലാത്തും തൗബയും ദിക്റും ദുആയും ഒക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ഇങ്ങനെ ഒരു രാത്രി നമുക്ക് ലഭ്യമാകണമെങ്കിൽ അടുത്ത വർഷം നമുക്ക് ആയുസ് കിട്ടണം, ആഫിയത്ത് കിട്ടണം. അപ്പോൾ ഉള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ പല വിഷമങ്ങളുള്ള, രോഗങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, നേറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മിലും നമ്മുടെ സ്നേഹികളിലുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മജ്ലിസിൽ സംഗമിച്ച് പാതിരാത്രിയിൽ ദുആക്ക് ഇജാബത്തുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പവിത്ര രാത്രിയിൽ വേദനിക്കുന്ന ഹൃദയങ്ങളുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മഹാന്മാരെ വസീലയാക്കി, പ്രത്യേകിച്ച് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയണം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയണം. ആ പവിത്രമാക്കപ്പെട്ട സമയം കണക്കിലെടുത്ത് എല്ലാവരും എത്ര വിഷമമുണ്ടെങ്കിലും എല്ലാ വിഷമങ്ങളും ഈ മജ്ലിസോടെ പരിഹരിച്ച് കിട്ടും, തീർന്നു കിട്ടും. രോഗങ്ങൾക്കൊക്കെ ആഫിയത്ത് കിട്ടും. പ്രായമുള്ള വലിയ പ്രയാസങ്ങളുള്ള നമ്മുടെ പണ്ഡിതന്മാരാണ്. എത്രയോ ദൂരസ്ഥലത്തുനിന്ന് മറ്റു പരിപാടികളും തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് നേരത്തെ തന്നെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിനെ സ്നേഹിച്ച്, ഹബീബ് തങ്ങളെ സ്നേഹിച്ച് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തസ്ബീഹ് ചൊല്ലുക. തസ്ബീഹ് ചൊല്ലി മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ഉടൻ നോമ്പ് തുറന്ന് നിങ്ങളെ മുമ്പിലെത്തിയിട്ടുള്ള ഭക്ഷണം അതൊക്കെ കഴിച്ച് പെട്ടെന്ന് വുളു ഇല്ലാത്തവർ വുളു എടുത്ത് ഇവിടെ മഗ്‌രിബ് ജമാഅത്ത് നിസ്കാരം നടക്കും. അതിൻ്റെ ശേഷം ബാങ്ക് കൊടുത്ത് ഹദ്ദാദ് നിർവഹിച്ച് ഹദ്ദാദിൻ്റെ ശേഷം തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിക്ക് തുടക്കമാകും. അതുവരെ എല്ലാവരും ഇവിടെ സൗകര്യം വളരെ കുറവാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഇൻഷാ അല്ലാഹ് ജനങ്ങൾ ഇവിടേക്ക് എത്തിപ്പെടും. അപ്പോൾ ഉള്ള സൗകര്യം എല്ലാവരും
ഉപയോഗപ്പെടുത്തി വളരെയധികം സഹകരിച്ചുകൊണ്ട് ഈ മജ്ലിസിനോട്, ഈ സ്ഥാപനത്തിനോട് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്ക് ചുരുക്കുന്നു. എല്ലാവരും തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن ربهم من كل أمر سلام هي حتى مطلع الفجر. മുജമ്മഉ സഖാഫത്തു സുന്നിയ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിന് കീഴിൽ വിശുദ്ധമായ റമദാനിന്റെ 23ാമത്തെ രാവ് വിശുദ്ധ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചോദിച്ചോ, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിച്ചോ, ആത്മീയമായ ധന്യതയിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി മാസാന്ത സ്വലാത്ത് മജ്ലിസോ വിശുദ്ധമായ റമദാനിൽ ഒരു പ്രാർത്ഥനാ സമ്മേളനമാക്കി മാറ്റി ഈ മഹത്തായ മുജമ്മഇന്റെ ക്യാമ്പസിൽ വിശുദ്ധമായ റമദാനിന്റെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്
നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ ഇവിടത്തേക്ക് പ്രവഹിക്കാൻ ആരംഭിച്ച ഇവിടത്തെ സംഘാടക സമിതിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നോമ്പു തുറയുടെ സമയത്ത് അതിവിപുലമായി നോമ്പു തുറക്കാൻ വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും തറാവി നിസ്കാരം കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയ ഈ വലിയ ജനസഞ്ചയത്തിന് പറയാനുള്ളത് മുജമ്മഉ സഖാഫത്തു സുന്നിയ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസ്, ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കൊരു താങ്ങാകുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതോടൊപ്പം മുജമ്മഉ സഖാഫത്തു സുന്നിയക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൂടി എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിവന്ദരായ അബ്ബാസ് ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم هو الحبيب الذي ترجى شفاعته على الصراط إذا ما ظلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم أجر القلم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. يزور رسول الله من خف بزره وبزري ثقيل ما يطيق به المشيا يهيجني شوقي لقبر محمد ويقعدني ذنبي وإتياني البغيا صلاة وتسليم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق رسول الله. ഞാനൊരു ദീർഘപ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് മഹാനായ തങ്ങളെ പ്രാർത്ഥനയിൽ കൂടാനും തങ്ങളെ ബർക്കത്തെടുക്കാനുമാണ്. ഇവിടെ ബർക്കത്തുള്ള സ്ഥലം തന്നെ, അതിൽ സംശയമില്ല. ബർക്കത്തിൻ്റെ കാരണം തന്നെ മഹബ്ബത്ത് റസൂലില്ലാഹി, ഹബീബായ നബിയോടുള്ള മഹബ്ബത്താണ് ഇവിടെയുള്ള ബർക്കത്തും കറാമത്തും. നബിയോടുള്ള മഹബ്ബത്താണ്. കഴിഞ്ഞ കൊല്ലം ശവ്വാൽ മാസത്തിൽ അൽമദീനയിൽ വലിയൊരാൾ വന്നിരുന്നു. ഈ ഭാഗമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, വായാറിനെ പറ്റി അറിയില്ല. ഒരു വലിയ മഹാനാണ്. മഹാനവറുകൾ അവിടെ 2-3 ദിവസം താമസിച്ച് എന്നോട് ചോദിച്ചു, ഇവിടെ ബായാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു സലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, നിങ്ങൾക്കറിയോ, നിങ്ങൾ പോകലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പോകലുണ്ട്, ഞാൻ സാധാരണ ഇവിടെ ഉണ്ടെങ്കിൽ ഏത് സലാത്തും ഞാൻ ഇവിടെ എത്താറുണ്ട്. എന്താണ് ഇവിടെയുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു. ഞാൻ ചില ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. അത് സദസ്സിനെ അറിയിക്കേണ്ടതില്ല. ഞാൻ ചില ഉത്തരങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ അതിന് സമാധാനം പറഞ്ഞത് എന്താണെന്നറിയോ?
എന്നാൽ എനിക്ക് തങ്ങളെപ്പറ്റി അറിയില്ലെങ്കിലും അവിടെ നടക്കുന്നത് മഹബ്ബത്തു റസൂലില്ലാഹി, നബിയോടുള്ള ഉള്ളയിയ ഷൗഖുള്ള ഇഖ്ലാസോട് കൂടെ നടത്തുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. നബിയോട് ഉള്ളയിനെ സ്നേഹിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഒരു പരിപാടിയാണത്. അതുകൊണ്ടാണ് ജനങ്ങളെ അവിടെ ആകർഷിക്കുകയും പലർക്കും അതുകൊണ്ട് വലിയ ഫലങ്ങൾ കിട്ടാനുള്ള കാരണം അതുതന്നെയാണ് എന്ന് മഹാനവറുകൾ ഒരു അസറുള്ള ആളാണ് എന്നോട് പറഞ്ഞു. സഹോദരന്മാരെ, ഹബീബായ നബിയോടുള്ള സ്നേഹമാണ് ഇവിടെ നടക്കുന്നത്. ധാരാളം ആൾക്കാർക്ക് പല അത്ഭുതങ്ങൾ ഇവിടുന്ന് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയും, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം വരുമോ ഈ സമയത്ത്? റമദാൻ മാസമല്ലേ, കിടന്നുറങ്ങുക, അത്തായം വയ്ക്കണം, നാളെ നോമ്പ് നോക്കണം, പണിയെടുക്കണം, ബിസിനസ് ചെയ്യണം, പലതും ഉദ്ദേശമുണ്ട്. എല്ലാം വിട്ടുകൊണ്ട് ഇവിടത്തേക്ക് വന്ന് കാര്യമായ ഫലം ഇതിലുണ്ട്. ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹു അത് നിലനിർത്തുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അതിന് നമ്മൾക്ക് അള്ളാഹു ആ ഭാഗ്യം നമ്മൾക്ക് തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാനും ഇവിടെ 2 കൊല്ലത്തോളമായി സലാത്തിന് വരാൻ തുടങ്ങിയിട്ട് എനിക്കും വലിയ അനുഭവമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഏത് സമയത്തും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് ഇവിടേക്ക് വരാനുള്ള കാരണം. കുറേ അനുഭവങ്ങളുണ്ട്, ഞാനത് ഇപ്പോൾ പറയുന്നില്ല. നബിയോടുള്ള ഷൗഖ്, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആരിഫീങ്ങൾ ഏത് നിലക്കാണ് നബിനെ സ്നേഹിച്ചതെന്നറിയോ? ഞാൻ ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നിർത്തും. ഏത് നിലക്കാണെന്നറിയോ സ്നേഹിച്ചത് നബിനെ? സ്വന്തം ശരീരത്തിനേക്കാൾ മഹാന്മാർ നബിനെ സ്നേഹിച്ചു. സ്വന്തം ശരീരത്തിനേക്കാൾ സ്നേഹിച്ചു. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. എല്ലാത്തിനേക്കാളും നിങ്ങൾ നബിനെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ മുഅ്മിനാവൂല. ബദർ പോർക്കളത്തിൽ റമദാൻ മാസം 17 രാത്രി വെള്ളിയാഴ്ച ഇശാ സമയത്ത് ബദർ പോർക്കളത്തിലേക്ക് മഹാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളും പോർക്കളത്തിലേക്ക് എത്തിയ ചരിത്രം ബദർ ചരിത്രം പറയുന്നതാണ്. എത്തി അവിടെ ഹബീബായ നബിനെ അരീസ് ഒരു പന്തല് കെട്ടിക്കൊണ്ട് നബിയുടെ അവിടെ താമസിപ്പിച്ചു നോക്കുമ്പോൾ കാഫിരികൾ, ശത്രുക്കൾ, 1000ഓളം വരുന്ന ശത്രുക്കൾ എല്ലാവിധ ഒരുക്കത്തോടു കൂടെ വന്നിട്ടുണ്ട്. സഹാബികളുടെ കയ്യിൽ ഉടുതുണിക്ക് മറുതുണിയില്ല, വാളില്ല, വാഹനങ്ങളില്ല, ആയുധങ്ങളില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. ഹബീബായ നബിനെ അവിടെ പന്തലിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, എടാ അസ്വദേ, ഇങ്ങോട്ട് വാ. ധൈര്യം ഉണ്ടെങ്കിൽ നബിന്റെ ഹൗദിൽ കോരിടാ, വാ. ആരുടെ ധൈര്യമുള്ള വാടാ ഇങ്ങോട്ട്. ഹബീബായ് ഹംസ റളിയല്ലാഹു അൻഹു, എനിക്കറിയാം ഞങ്ങളെ കൊല്ലും വിടൂലെന്നറിയൂ. ശത്രുക്കൾ അവിടെ എല്ലാവിധ ഒരുക്കത്തോടെ കൂടെ നിൽക്കുന്നുണ്ട്. അസുവദിനെ വിളിച്ച് പറയുന്നത്, വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ നബിന്റെ ഹൗദിന് ഒരു മുറുക്ക് വെള്ളം കോരിടാ, വാടാ ഇങ്ങോട്ട്. ഹംസ റളിയല്ലാഹു അൻഹു പുറത്തു നിന്നുകൊണ്ട് ധൈര്യത്തോടു കൂടെ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. എല്ലാത്തിനേക്കാളും നബിനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ തിരക്കടില്ല, ഞാനിവിടെ ഷഹീദായാലും തിരക്കടില്ല, ഹബീബായ നബിനെ കാക്കണം. അതായിരുന്നു സഹാബികളുടെ ലക്ഷ്യം. സഹോദരന്മാരെ, നബിനെ ഉള്ളയിന് നമ്മൾ സ്നേഹിക്കണം. റഫീഖ് സാഹിബ് സംസാരിച്ചില്ലേ, അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയോട് നേരിട്ട് സംസാരിക്കൽ നിർബന്ധമാണ്. ഇമാം ഗസാലി തങ്ങൾ യഹ്യാ ഉലൂമുദ്ദീൻ നിസ്കാരത്തിന്റെ ഫർളുകൾ വിവരിക്കുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, വഹ്ലുർ ഫീ ഖൽബിക ശഖ്സഹുൽ കരീം വഖുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് നബിനെ നിന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം. നബിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന് നിന്റെ ഹൃദയത്തിൽ ഹാജരാക്കിയിട്ട് നീ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം. അതുകൊണ്ട് നമ്മൾ നബിനെ ഉള്ളയിന് സ്നേഹിക്കണം. മഹാനായ ഇമാം മാലിക് തങ്ങൾ മദീനയിൽ ഉള്ള കാലത്ത് ചെരുപ്പിട്ട് മദീനത്ത് നടന്നിട്ടില്ല, നബിനെ ബഹുമാനിച്ചിട്ട് അത്രയും ബഹുമാനിച്ചിട്ടുണ്ട് മഹാന്മാർ. ആ നിലക്ക് ബഹുമാനിക്കണം നമ്മൾ അതിനു വേണ്ടിയാണ് മഹാനായ തങ്ങൾ നബിൻ്റെ ആശിഖുർ റസൂലായതുകൊണ്ട് ഇവിടുത്തെ ഒരു ബർക്കത്ത് കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. അള്ളാഹു അത് നമ്മൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹുവേ, മഹാനായ തങ്ങൾ നടത്തുന്ന ഈ സലാത്ത് കാലാവസാനം വരെ
ഈ നിലക്ക് തന്നെ നിർത്തണം റഹ്മാനെ. അതുകൊണ്ട് ധാരാളം മോമിനികൾക്ക് ഫലമുണ്ടാകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണെന്ന് മനസ്സിലാക്കുന്ന 23-ാം രാത്രി അല്ലാഹുവേ, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഭാഗ്യം സിദ്ധിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഹബീബായ നബിയുടെ കൂടെ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ വാപ്പമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവർ, സ്ഥാപനത്തിന് സഹായിക്കുന്നവർ എല്ലാവരെയും ഹബീബായ നബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം. അൽ മദീന സ്ഥാപനത്തിന് വേണ്ടി ദ്വാരക്കണം. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയും മുസ്ലിമീങ്ങളെ പൊതുവിലുള്ള എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ ദുആ ചെയ്യുന്നു, ആത്മീയ ഉപദേശം നൽകുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖൈറ ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി അദ്രിക്നി. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കറാമത്ത് കൊണ്ട് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ പോരിശ കൊണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട് വിശുദ്ധ റമളാന്റെ ബറക്കത്ത് കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ഇവിടെ സംബന്ധിച്ച സ്ഥാപനവുമായി സുന്നത്ത് ജമാഅത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ എവിടെ ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ സകല തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബേ.
വഫാത്തായ വന്യരായ എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം, അതുപോലെ ബഹുമാനപ്പെട്ട KPS തങ്ങളുടെ വന്യപിതാവ് വല്യാപ്പൂ തങ്ങൾ ജമലുല്ലൈലി അടക്കം, വന്യരായ ശൈഖുന താജുൽ അലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കം ആര് ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി മൗത്തായി നിന്നെക്കൊള്ള മടങ്ങി ഖബറിലെത്തിയിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹിബ്ബുകളെയും റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാർ, നേതാക്കൾ, സംഘടനാ നേതൃത്വം, പ്രിയപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മിസ്കിന്മാരായ നാം മാസം തോറും ഈ മഹത്തായ മുജമ്മഅന്റെ ഈ വലിയ കമ്പൗണ്ടിൽ നടത്തിവരാറുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ മാസം തോറും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ, പലവരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ റമദാൻ ആയതുകൊണ്ട് ഇങ്ങനെ പ്രയാസമുണ്ട്, എന്താക്കണം? ഞാൻ അവരോടെല്ലാം പറഞ്ഞത് നിങ്ങൾ വരണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. കൊടകിൽ നിന്ന് വരെ ഒരു ബ്ലഡ് ക്യാൻസർ ഉള്ള കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി റിയാദിൽ നിന്ന് ഒരു സഖാഫി വിളിച്ചു. പറഞ്ഞു, തങ്ങളെ മണിപ്പാലിലും മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിലും അവസാനം തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ വൈദ്യലോകം കൈവിട്ടിട്ടുണ്ട്. ഇപ്പോൾ വായിലും നാവിലുമൊക്കെ മുഴ പോലെ പൊന്തിയിട്ട് വേദന കൊണ്ട് കുഞ്ഞ് കിടന്ന് പടയുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ യാസീൻ ഓതി മന്ത്രിക്കാൻ, അത് നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞേ ഉള്ളൂ. ആ സഖാഫിനോട് ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ല തങ്ങളെ, ഞാൻ വിളിച്ചത് അവിടുത്തെ ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം സ്വലാത്ത് 23-ാം രാത്രിയല്ലേ, അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കുടുംബത്തിന്റെ കൂടെ. ഞാൻ പറഞ്ഞു, വേണ്ട സഖാഫി, റമദാനിൽ നിങ്ങൾ അത്ര ദൂരം ആ പ്രയാസമുള്ള കുഞ്ഞിനെയും കൊണ്ട്, മഴക്കാലാണ്, റോഡിന്റെ പ്രയാസമുണ്ട്, അതുകൊണ്ട് റമദാൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, തങ്ങളെ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും അടുത്ത സ്വലാത്തിന് എൻ്റെ കുട്ടിയെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും, പ്രത്യേകം ദ്വാരക്കണമെന്ന്. അങ്ങനെ സാധാരണയായിട്ട് മജ്ലിസിലേക്ക് എൻ്റെ നാട്ടിൽ നിന്ന്, നാടിന്റെ തൊട്ടടുത്ത് നിന്ന് മൂന്നാക്കൽ മഹലിൽ നിന്നൊക്കെ വാഹനങ്ങളും ബസ്സുകളും, തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ വാഹനങ്ങൾ ധാരാളം വരാറുണ്ട്. ഞാൻ അവരോടെല്ലാവരോടും പറഞ്ഞ്, നിങ്ങൾ റമദാനിൽ ബുദ്ധിമുട്ടായിട്ട് വരണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത് തന്നെയാണ്. വരണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളോട് വരണ്ടെന്ന് തന്നെ പറഞ്ഞത്. കാരണം ഈ റമദാനിൽ ഇങ്ങനെ ദൂരം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഇനി മടങ്ങിയെത്തുമ്പോഴേക്ക് ഒരുപാട് പ്രയാസങ്ങൾ ആകുമെന്ന് കരുതിയിട്ട്, എങ്കിലും ഒരുപാട് ആളുകൾ ദൂര ദിക്കുകളിൽ നിന്നും, മൈസൂരിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, ബോംബെയിൽ നിന്നും, ഗുജറാത്തിൽ നിന്ന് വരെ സ്വലാത്തിൽ മാത്രം സംബന്ധിക്കാൻ മിനിഞ്ഞാന്ന് യാത്ര പുറപ്പെട്ട് ഇന്ന് ഈ മജ്ലിസിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയതിനാൽ, അവരുടെ രോഗങ്ങൾ സുഖപ്പെട്ട് കിട്ടിയതിനാൽ, മാരകമായ ക്യാൻസർ ശരീരത്തിൽ പിടിപെട്ടിട്ട് ഇത് 4 സ്റ്റേജ് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് വലിയ നിലക്ക് പ്രയാസവും ഡോക്ടർമാര് പ്രതീക്ഷയില്ലാത്ത സംസാരവും കേട്ടപ്പോ വിതുമ്പിക്കൊണ്ട് വേദനിക്കുന്ന ഹൃദയവുമായിട്ട് കഴിഞ്ഞ സ്വലാത്തിൽ സംബന്ധിച്ച ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, പുത്തൂരിലുള്ള മുഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്ത്, മാഷാ അല്ലാഹ്, ഇന്നിപ്പോൾ ഇശാന്റെ തറാവിക്ക് ശേഷം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു, അവര് പറഞ്ഞത് ഇത് നോർമൽ അവസ്ഥയിലാണ് ഉള്ളത്, ഇനി 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു എന്ന്. അല്ലാഹു ഇനി പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ.
ഞാനിവിടെ പറയാറുണ്ട്, വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഈ മഹത്തായ മജ്ലിസിലെത്തിയിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം പൂർണ്ണമായ സുഖം പ്രാപിച്ചിട്ട് 2 കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല, ഡയാലിസിസ് ചെയ്യാൻ ശരീരത്തിൽ ആവൂല എന്ന് പറഞ്ഞിട്ട് താങ്ങിയെടുത്ത് കൊണ്ടുവന്നവർ ഒരു മരുന്നുമില്ലാതെ ഹബീബിന്റെ സ്വലാത്ത് കൊണ്ട് മാത്രം സുഖം പ്രാപിച്ച് ഇപ്പോഴും ഈ സദസ്സിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ വലിയ ആഫിയത്തുകളും കാര്യങ്ങൾ പൂർത്തിയാവുകയും പറഞ്ഞു. സൗദിയിൽ വെച്ച് എന്തോ ഒരു ബിസ്മിയുടെ ഇസ്മ എഴുതിയത് കാരണം പോക്കറ്റിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പിടിക്കപ്പെട്ടിട്ട് ആ സുഹൃത്തിനെ 15 മാസക്കാലം ജയിലിലടച്ചിട്ട് കൂടെയുള്ള മിസ്രികളൊക്കെ 5 വർഷക്കാലം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് നിയമം പുറപ്പെടുവിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബം വേദനയോടുകൂടെ ഈ മഹത്തായ മജ്ലിസിലെത്തിയിട്ട് കഴിഞ്ഞ സ്വലാത്തിന്റെ മുമ്പും വന്നിരുന്നു. മാഷാ അല്ലാഹ് 5 വർഷം തടവിലാവേണ്ട സുഹൃത്ത് ആ വലിയ കാലയളവ് ചുരുക്കിയിട്ട് കഴിഞ്ഞ സ്വലാത്തിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഇന്ന് അദ്ദേഹം ഈ മഹത്തായ മജ്ലിസിൽ ഉണ്ട്. ഇങ്ങനെ എത്രയോ 10ഉം 23ഉം വർഷമായി ഒരു നിലക്കും വിവരമില്ലാതെ മരിച്ചോ ഹയാത്തിലുണ്ടോ എന്നറിയാത്ത അവസ്ഥയിൽ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ആ സുഹൃത്ത് സ്വലാത്തിന്റെ ദിവസം തന്നെ 3 സ്വലാത്തിന് കൂടാൻ പറഞ്ഞിട്ട് 3ാമത്തെ സ്വലാത്തിന്റെ ദിവസം തന്നെ വെള്ളിയാഴ്ച തന്നെ നമ്മുടെ ഈ ബായാറിലേക്ക് മുജമ്മയിലേക്ക് രാവിലെ എത്തിയിട്ട് അന്ന് രാത്രിയിലെ സ്വലാത്തിന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറയുകയും അദ്ദേഹത്തെ പേര് പറഞ്ഞ് നിർത്തിയിട്ട് ഈ സദസ്സിനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 10ഉം 23ഉം വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞിട്ട് വൈദ്യലോകം മൊത്തം കൈവിട്ടിട്ട് പ്രതീക്ഷയില്ലാതെ വേദനയോടുകൂടെ കഴിഞ്ഞിരുന്ന ദമ്പതികൾ മഹത്തായ മജ്ലിസുമായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ഈ മജ്ലിസിനെ ആശ്രയിച്ച് സംബന്ധിച്ച് ദുആയിൽ പങ്കെടുത്തത് കാരണം അവർക്ക് ഇന്ന് കുഞ്ഞുങ്ങളുടെ പിതാക്കളും മാതാക്കളുമായ സന്തോഷം കൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടുത്തെ നേതൃത്വം എന്നും ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. അവരെ വിഷമങ്ങൾ തീർത്ത് എല്ലാ ഹൈറായ നിയ്യത്തുകളും അവരിലും കുടുംബത്തിലും നീ പൂർത്തിയാക്കണം റഹ്മാനെ. അതുപോലെ റഫീഖ് സാദി, പള്ളങ്കോട് മദനി, പാത്തൂര് സഖാഫി, ഒട്ടപ്പദവ് മിസ്ബാഹി, KPS തങ്ങള്, മറ്റു തങ്ങന്മാര്, അങ്ങനെ തുടങ്ങി മോണു ഹാജി അടക്കമുള്ള നമ്മുടെ സിദ്ദീഖ് മുണ്ടുകോളി അടക്കമുള്ള എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ പോരിശ കൊണ്ട് എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. ഒരു നിലക്കും ഒരു കുടുസിലും തളർച്ചയിലുമാക്കല്ല അല്ലാഹ്. ഹബീബിനെ കൊണ്ട് ബദരീങ്ങളെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും വിശാലതയും നൽകണം റഹ്മാനെ. ഒരു അപകടത്തിലും അപകട മരണത്തിലും പെടുത്തല്ല അല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ കൂടുതൽ സംസാരിക്കില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിദുശ് ശുഹൂരി ശഹ്റു റമളാൻ, മാസങ്ങളുടെ നേതൃത്വം അലങ്കരിക്കുന്ന പവിത്ര മാസമാണ് റമളാൻ എന്ന്. അതിന്റെ കാരണം ബോധ്യപ്പെടുത്തിയത് വിശുദ്ധ ഖുർആന്റെ ക്ലിപ്തപ്പെടുത്തൽ, സ്ത്രീകരണം. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിച്ച മാസമാണ് പവിത്ര റമളാനു ശരീഫ്. അത് മാത്രമല്ല, ഈ പരിശുദ്ധ റമളാനിലാണ് നേരത്തെ വന്യരായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ബദർ യുദ്ധം ഹിജ്റ 2ാമത്തെ വർഷം, അതേ വർഷം തന്നെയാണ് റമളാൻ നോമ്പ് ഫർദാക്കപ്പെട്ടത്. ആ 16 നോമ്പും അനുഷ്ഠിച്ചിട്ട് അതാ നോമ്പ് തുറക്കുന്ന സമയം ഒരു കീറ് കാരക്കയും വെള്ളവും അതുപോലെ അത്താഴ സമയവും കഴിച്ചു കൂട്ടിയിട്ട് ക്ഷീണിതരായ അസ്ഹാബ് രണാങ്കളത്തിൽ ഇറങ്ങി ഒരു ഭാഗത്ത് തളർന്നു കിടക്കുമ്പോൾ പാതിരാത്രിയിൽ ഹബീബ് തങ്ങൾ ഉറക്കില്ല, ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ മനസ്സ് റബ്ബുൽ ലയിച്ചിട്ട് ദ്വാരക്കാണ്, അല്ലാഹ് അല്ലാഹ് ഈ ബദറിന്റെ രണാങ്കളത്തിൽ മുസ്ലിമീങ്ങളെ നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ ഭൂമി ലോകത്ത് അല്ലാഹ് എന്ന് വിളിക്കുന്ന ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് ബദറിൽ മുസ്ലിമീങ്ങളെ നീ സഹായിച്ച് വിജയിപ്പിക്കണമെന്ന് തങ്ങളങ്ങ് ദ്വാരക്കാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1000ഓളം വരുന്ന മലായികത്തിനെ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ട് തഫ്സീറിന്റെ കിതാബിൽ
പരിശുദ്ധ ഖുർആന്റെ തഫ്സീറിൽ കാണാം. മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഞ്ഞത്തലപ്പാവണിതിട്ട് മലായികത്തിന് നേതൃത്വം നൽകിയിട്ട് ബദറിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളെ മുഴുവനും ഇടിച്ചു വീഴ്ത്തിയത് ചരിത്രതാളുകൾ രേഖപ്പെട്ട് കിടക്കുകയും അത് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയും വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് അടക്കം ഇമാം തബരി അടക്കം ഇമാം ഖുർതുബി അടക്കം വലിയ വലിയ മുഫസ്സിറുകൾ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ബദരീങ്ങൾക്ക് വലിയ ബഹുമാനം നൽകിയിട്ട് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ട് ബദറിൽ സംഗമിച്ച സ്വഹാബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹരിച്ച് അവർക്ക് സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് ഹബീബ് തങ്ങൾ സന്തോഷം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ മഹത്തായ ഇസ്ലാമിക ചരിത്രത്തിൽ ഐതിഹാസികമായ വിജയം കൈവരിച്ച ബദർ നടന്നത് ഈ പവിത്രമാക്കപ്പെട്ട റമദാനു ശരീഫിലാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ റമദാന്റെ മഹത്വം എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം ഒരു അടിമ അവന്റെ ഇഖ്ലാസ് അനുസരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്താൽ എത്രയാണ് ആ അടിമക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സവാബ് നൽകുക? ബിഐരി ഹിസാബ്, കണക്കില്ല, പരിധിയില്ല. ആ പരിധിയില്ലാത്ത നിലക്ക് നൽകുന്ന 1000 മാസം ചെയ്താലുള്ള വലിയ കൂലി ഒരു രാത്രിയിലെ ചെറിയ നിമിഷം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി ആദരിച്ച് ഈ ഉമ്മത്തിന് ഗിഫ്റ്റ് ആയിട്ട് നൽകിയ പവിത്ര രാത്രി ഉൾപ്പെട്ടിട്ടുള്ളത് ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് ബഹുമാനം. റമദാനിൽ ഒരു ഫർദ് എടുത്താൽ 70 ഫർദിന്റെയോ 70,000-ന്റെയോ, ഒരു സുന്നത്ത് എടുത്താൽ ഒരു ഫർദിന്റെയും, ഒരു ഖൈർ ചെയ്താൽ ഇരട്ടി 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 സവാബുകൾ, കൂലികൾ, അതിന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പവിത്ര മാസത്തിൽ മിസ്കിന്മാരായ നമ്മൾ നേറുന്ന മനസ്സോടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബേ മാപ്പാക്കി തരണം റഹ്മാനെ. നമ്മുടെ തെറ്റുകളൊക്കെ കരഞ്ഞു പറഞ്ഞ് റബ്ബിനോട് മാപ്പ് പറയാനുള്ള പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ റമദാൻ. ഇത് തൗബയുടെ മാസമാണ്, ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. അറിയില്ലേ, ഇപ്പോൾ വിവാദമായിട്ട് പത്രമാധ്യമങ്ങളും ന്യൂസുകളും ഒക്കെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് ഒരു സ്കൂൾ പഠിക്കുന്ന 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, ഒരു വിദ്യാർത്ഥിനിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചിട്ട് അതിന്റെ പേരിൽ വലിയ വലിയ അപവാദങ്ങളും വലിയ പ്രതിഷേധങ്ങളും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിലും രാജ്യത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഡൽഹിയിലും ബോംബെയിലും നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പത്രമാധ്യമങ്ങൾ നടന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ പത്രമാധ്യമങ്ങളും ന്യൂസുകളും ഒന്നും പരസ്യപ്പെടുത്താത്ത അതിനേക്കാളും വലിയ ദാരുണമായ വ്യഭിചാര പ്രവർത്തനങ്ങൾ ഓരോ വീടിന്റെയും അകത്തളത്തിൽ 100 കണക്കിന് സംഭവിക്കുന്നത് സംഭവിച്ച വ്യക്തികൾക്കറിയാം, പുറം ലോകം അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ വലിയ തെറ്റ് ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണും. ഉപ്പയുടെ ഉപ്പ, മുത്തശ്ശൻ അതാ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ട് പീഡനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അതാ സഹോദരിയുടെ മകളെ പീഡിപ്പിച്ചത്, സ്വന്തം ജ്യേഷ്ഠന്റെ മകളെ പീഡിപ്പിച്ചത്, അനുജന്റെ മകളെ പീഡിപ്പിച്ചത്, ജ്യേഷ്ഠന്റെ ഭാര്യയെ പീഡിപ്പിച്ചത്, അനധികൃതമായിട്ട് അർഹരല്ലാത്ത ആളുകൾ തമ്മിൽ ഹറാമായ നിലക്ക് ലൈംഗിക ബന്ധം വെച്ച് പുലർത്തുന്ന വേദനാജനകമായ തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സിറ്റുവേഷനിലാണ് എന്റെയും നിന്റെയും ജീവിതമുള്ളതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട വിശുദ്ധ മാസത്തിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പവിത്ര രാത്രിയിൽ ഹബീബ് തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കാൻ പറഞ്ഞു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ മോശമാണ്, അത് വളരെ നിന്ദ്യമാണ്, പറ്റൂല. അപ്പണി മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ ആ ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിറായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഹബീബായ തങ്ങൾ പറഞ്ഞതെടുത്തു പറയാണ്,
ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാനോട് ആ ബന്ധത്തിൽ ഏർപ്പെടാൻ അവനിക്ക് പറ്റൂല എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മാസങ്ങൾക്ക് മുമ്പ് സാധുവായ ഞാൻ UAE-യിലുള്ള സമയം എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പരിപാടിക്ക്